ഭാരത മണ്ണിൻ സംസ്കാരത്തിൽ ഉദിച്ചുയർന്നിടുന്ന പൊൻപുലരിയായി സ്വാതന്ത്ര്യം. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, നോമ്പിലെ 6-ാമത്തെ ഞായറാഴ്ച, 36-ാം ഞായറാഴ്ച, വിശുദ്ധ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. യേശു ഒരു കുരുടന് സൗഖ്യം നൽകുകയാണ്. ആ കുരുടൻ പിറവിയിലെ തന്നെ ജന്മനാ തന്നെ അന്ധനായിരിക്കുന്ന മനുഷ്യനാണ്. വഴിയിൽ വെച്ചാണ് അവനെ കണ്ടുമുട്ടുക. അന്ധനായി മനുഷ്യനെ കണ്ട ശിഷ്യന്മാർ ചോദിക്കുന്നു, ഗുരു, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? യേശു പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവങ്കിൽ വെളിവാകേണ്ടതിനാണ്. അതിനുശേഷം അവൻ മണ്ണ് കുഴച്ച് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശി ശീലോഹാമിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. അവൻ കഴുകി കാഴ്ച പ്രാപിച്ചു മടങ്ങി വന്നു. ഇതാണ് അതിൻ്റെ സംക്ഷിപ്തം. ഒന്നാമത്തെ ചിന്ത, ഒരു മനുഷ്യനിൽ രോഗം കാണുമ്പോൾ, ഒരു മനുഷ്യനിൽ അന്ധത കാണുമ്പോൾ, ആ മനുഷ്യനിൽ ബലഹീനതയോ തകർച്ചയോ ക്ഷീണമോ ഒക്കെ കാണുമ്പോൾ മനുഷ്യൻ ഉയർത്തുന്ന ഒരു ചോദ്യം, ഇതിൻ്റെ കാരണം എന്താണ്? ഇത് ഇവൻ്റെ പാപം കൊണ്ടാണോ, ഇവൻ്റെ കുടുംബത്തിലെ ദോഷം കൊണ്ടാണോ, ഇവൻ്റെ പൂർവികരുടെ ദോഷം കൊണ്ടാണോ? സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ നൊമ്പരങ്ങളെ സമൂഹം വിലയിരുത്തുന്ന വളരെ ബാലിശമായ സ്വാഭാവികമായ ഒരു ശൈലിയാണിത്. ഈ മനുഷ്യൻ്റെ തെറ്റാണിതിന് കാരണം. ഈ മനുഷ്യൻ്റെ കുടുംബത്തിലെ പൂർവികരുടെ ഏതെങ്കിലും തരത്തിലുള്ള ദൈവദോഷത്തിന് ഇരയായി തീർന്നിട്ടുള്ള കാരണങ്ങളാകാം ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ മനുഷ്യൻ വിലയിരുത്തും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് ദോഷം സംഭവിക്കുമ്പോൾ നമ്മളും പറയുന്നതാണ്, ദാണ്ടേ ദൈവം അവനോട് കണക്ക് ചോദിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ട ഒരു വിഷയമുണ്ട്. ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ പെയ്യിക്കുകയും വെയിൽ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. എന്ന് പറഞ്ഞാൽ മഴയും വെയിലും എന്ന് പറഞ്ഞാൽ നന്മയാണ്. അതത് സമയത്ത് മഴയും വെയിലും വരുന്നത് നന്മയാണ്. ദൈവത്തിൻ്റെ നന്മ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും ഒരുപോലെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ആകയാൽ നാം ആലോചിക്കണം, നമ്മുടെ വ്യക്തിപരമായ വിലയിരുത്തൽ, നമ്മുടെ പരിചയത്തിലോ ബന്ധത്തിലോ അടുപ്പത്തിലോ ഉള്ള ആളുകളെ നാം കണ്ടിട്ട് അവൻ ചെയ്തതിൻ്റെയാണ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ പൂർവികരുടെ ദോഷമാണ് അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരല്പം ബാലിശമായി, പക്വതയില്ലാത്ത ഒരു ആത്മീയതയുടെ ലക്ഷണമായി മാറുന്നില്ലേ എന്ന് നാം ഓർക്കേണ്ടതാണ്. ഇതാ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇവൻ്റെ പാപമാണോ ഇവൻ്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? യേശു പറയുന്ന മറുപടി ഒരു പുതിയ ദർശനമാണ്. എന്താണത്? ഇതൊന്നുമല്ല കാരണം, നിങ്ങൾ വിചാരിക്കുന്നതല്ല കാരണം. അതല്ലെങ്കിലും അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല വസ്തുതകൾ. നമ്മൾ കൊണ്ടു നടക്കുന്ന ധാരണയല്ല ദൈവത്തിൻ്റേത്. ദൈവത്തിൻ്റേതെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു നടക്കുന്ന പല വിലയിരുത്തലുകളും അബദ്ധമാണ്, തെറ്റാണെന്ന് യേശു ഇവിടെ സമർത്ഥിക്കുക. എന്താണ് യേശു പറയുന്നത്? ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവങ്ക് വെളിവാകേണ്ടതിനാണ്. ഒന്ന് ആലോചിക്കാം, എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവങ്ക് വെളിവാകുക? സഹോദരങ്ങളെ, പെട്ടെന്ന് നമുക്ക് പറയാനൊക്കും, യേശു മണ്ണിനകത്ത് തുപ്പി ചേറുണ്ടാക്കി അത് കണ്ണിൽ പൂശി ശീലോഹാമിലേക്ക് അവനെ അയച്ച് അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് മടങ്ങി വന്നു. ശരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി അവങ്ക് വെളിവായി. യേശു ദൈവമാണെന്ന്, മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയ സൃഷ്ടാവാണെന്ന് ലോകം കാണുവാൻ തക്ക വിധം ദൈവത്തിൻ്റെ പ്രവൃത്തി അവങ്ക് വെളിവായി. അത് ഒരു വശം മാത്രമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിവാകേണ്ടതിനാണ് ഇവൻ കുരുടനായി പിറന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവൻ മാത്രമല്ല, കുരുടനായി പിറക്കുന്നവരെല്ലാം, അംഗവൈകല്യമുള്ളവരായി പിറക്കുന്നവരെല്ലാം ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ശാരീരികമായ പൂർണ്ണതകൾ സിദ്ധിക്കാതെ ഈ ലോകത്തിൽ പിറന്നു വീഴുന്നവരെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നവരാണ്. എങ്ങനെയാണത്? ഈ കണ്ണില്ലാത്ത മനുഷ്യനെ കാണുമ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ വിലയറിയുക, എൻ്റെ കണ്ണിൻ്റെ മഹത്വം അറിയുക. എനിക്ക് സ്വമേധയാ ജനനത്തിൽ കിട്ടിയ കണ്ണിൻ്റെ മഹത്വം ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ അവയവങ്ങളുടെ ശ്രേഷ്ഠത ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ കണ്ണില്ലാത്ത ഒരുത്തൻ എൻ്റെ മുമ്പിൽ വരുമ്പോഴാണോ എൻ്റെ കണ്ണ് എത്ര വിലയേറിയതാണെന്ന്, ദൈവം ദാനമായിട്ട് തന്നത് എത്ര അമൂല്യമാണെന്ന് ഞാൻ അറിയുക.
എൻ്റെ കൈയുടെ വില ഞാൻ മനസ്സിലാക്കുന്നത് കൈയില്ലാത്ത ഒരുത്തിനെ കാണുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ആ മനുഷ്യൻ്റെ പേര് അനീഷ് മോഹൻ എന്നാണ്. ഒരു അപകടത്തിൽപ്പെട്ട, ട്രെയിൻ ആക്സിഡൻറ്റിൽപ്പെട്ട ഒരു കൈയും ഒരു കാലും നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. അദ്ദേഹം ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാലും കൈ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അസാമാന്യമായ ദൈവകൃപ ഉള്ള ഒരു മനുഷ്യനാണ്, അക്രൈസ്തവനാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ നമ്മളെല്ലാവരും ആദരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഇങ്ങനെയാണ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നാണ്. നീ നിന്റെ അനുഗ്രഹങ്ങളെ എണ്ണുക. നമ്മൾ എണ്ണാതെ പോയ അനുഗ്രഹമാണ് കൈയും കാലും കണ്ണും മുഖവും ഒക്കെ നമ്മൾ എണ്ണാതെ പോയ അനുഗ്രഹങ്ങളാണ്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവൃത്തി അറിയുന്നത് അവയവമില്ലാത്ത ഒരുത്തൻ, അവൻ അന്ധനായി എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ അറിയുകയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്കിൽ എത്രയോ അത്ഭുതകരമാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണും കൈയും കാലുമൊക്കെ എല്ലാവർക്കും സർവ്വസാധാരണമായി ലഭിക്കുന്നത് കൊണ്ട്, വെറുതെ കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ വില നാം മനസ്സിലാക്കാറില്ല. എന്നാൽ ഇങ്ങനെയുള്ള ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവർ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു. മൂന്നാമതൊരു കാര്യം കൂടെ, ഈ അന്ധനായ മനുഷ്യൻ ജീവിക്കുകയാണ്. അവന് വലിയൊരു പരിമിതിയുണ്ട്. അവനെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടുള്ള സുഖസൗകര്യം ആസ്വദിക്കാനുള്ള അവസരങ്ങളൊന്നും അവനില്ല. എന്നിട്ടും അവൻ ജീവിക്കുകയാണ്. ഇത്രയും സൗകര്യങ്ങളുള്ള നമ്മൾ ചില ചെറിയ നൊമ്പരങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടുമ്പോൾ കൈയില്ലാത്തവൻ, കണ്ണില്ലാത്തവൻ, ശാരീരികമായ വൈകല്യങ്ങൾ പേറുന്നവർ അവർ ജീവിക്കുകയാണ്. നമുക്ക് അവരെ കാണുമ്പോൾ ഒരു അയ്യോഭാവം തോന്നും. അയ്യോ പാവം, നോ, അങ്ങനെ ഒരു ധാരണ വേണ്ട. അവർ നമ്മളെക്കാൾ ശക്തരാണ്. അവർ നമുക്ക് തരുന്ന പാഠം എന്താണെന്നറിയാമോ? ഇങ്ങനെയും ജീവിക്കാൻ പറ്റും. ഇതില്ലെങ്കിലും ജീവിതം എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അത് ദൈവം തന്ന ഒരു അവസരമാണ്. കണ്ണില്ല എന്നുള്ളതിൻ്റെ പേരിൽ തകർക്കാനുള്ളതല്ല ജീവിതം. കൈയില്ല എന്നുള്ളതിൻ്റെ പേരിൽ നശിപ്പിക്കാനുള്ളതല്ല ജീവിതം. ജീവിതം ദൈവം തരുന്ന അവസരമാണ്. അതിൽ ഇല്ലായ്മയുടെ കണക്കല്ല. ഉള്ളത് വെച്ച് ജീവിക്കാൻ, ജീവിതം ആസ്വദിക്കുവാൻ, ജീവിതം വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുകയാണ് വേണ്ടത്. യേശു അവന് കൊടുത്ത സൗഖ്യം നിശ്ചയമായും യഹൂദന്മാരെ അമ്പരപ്പിക്കുന്നുണ്ട്, പരീശന്മാരെ ആശ്ചര്യഭരിതരാക്കുന്നുണ്ട്. അതിനെ മറിച്ചും തിരിച്ചും കാണുവാൻ യഹൂദന്മാർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു, യേശുവിൻ്റെ പേര് പ്രസിദ്ധമാക്കുന്നു. നസ്രയനായ യേശുവാണ് എനിക്ക് സൗഖ്യം തന്നത് എന്ന് പറയുന്നു. സഹോദരങ്ങളെ, സഭാദിനമാണ്. നമ്മുടെ ചുമതല കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. ക്രിസ്തു അന്ധൻ്റെ കണ്ണ് തുറന്നതുപോലെ സഭയുടെ ചുമതല പാവപ്പെട്ടവൻ്റെ, വേദനിക്കുന്നവൻ്റെ കണ്ണ് തുറക്കുക. സുവിശേഷത്തിലൂടെ, സൽപ്രവർത്തികളിലൂടെ, അവനെ കരുതുന്നതിലൂടെ ലോകത്തിൻ്റെ കണ്ണ് ക്രിസ്തുവിങ്കിലേക്ക് തുറക്കുവാൻ സഭയിലൂടെ സാധ്യമാകണം. ദൈവം അനുഗ്രഹിക്കട്ടെ.